Best direction goes to the Hindi film, The Kerala Story, for bringing to light a deeply complex and urgent social issue with utmost sensitivity, cinematic precision, and commitment to storytelling with conviction and technical finesse. സംഘപരിവാർ BJP പാർലമെന്ററി പൊളിറ്റിക്സിൽ സ്ഥിരമായി തോറ്റുപോവുകയും 0 മാർക്ക് വാങ്ങുകയും ചെയ്യുന്ന ഒരൊറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ. അത് കേരളമാണ്. വർഷങ്ങളായി ഉറക്കമൊഴിഞ്ഞു പഠിച്ചിട്ടും പയറ്റിയിട്ടും തോറ്റുപോയൊരു തെരഞ്ഞെടുപ്പ് വിഷയം. അതവരെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിവിടെ ഏതു വർഗീയ കളിയും കളിക്കും, എന്തു പ്രകോപനവും സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നുണകൾ കൊണ്ട് മാത്രം സ്ക്രിപ്റ്റ് ചെയ്ത ഒരു നിർമ്മാണത്തെ ദ കേരള സ്റ്റോറി എന്ന പേരിട്ടിരിക്കുന്നത്. 32,000 പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് അടിമകളായി ISIS-ൽ ചേർന്നു എന്ന് സംവിധായകൻ അവകാശപ്പെടുകയും വ്യാപകവും വൈകാരികവുമായി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് തെളിവായി അതിനെ സാധൂകരിക്കുന്ന ഒരൊറ്റ രേഖ പോലുമില്ല. നമ്മുടെ മുഖ്യമന്ത്രിമാരായിരുന്ന VS അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും ബ്ലൈൻഡായി തെറ്റായി ഉദ്ധരിച്ചിരിക്കുകയാണ്. സമയം വേറെയാണ്, കാലം വേറെയാണ്, സന്ദർഭവും രാഷ്ട്രീയവും വേറെയാണ്, പരമ നുണയാണ്. ഇന്ത്യൻ സർക്കാരിൻ്റെ കണക്കുപ്രകാരം ഇന്ത്യയിൽ നിന്ന് ISIS-ൽ പോയിട്ടുള്ളത് 100-നും 200-നും ഇടയ്ക്ക് ആളുകളാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള സംഭാവന 20-25%. അവിടെയാണ് 32,000-ന്റെ കൊടും നുണ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നിർമ്മിതിയുമായി ഒരാൾ രംഗപ്രവേശം ചെയ്യുകയും അതിന് വ്യാപകമായ പ്രചാരം കിട്ടുകയും ചെയ്യുന്നത്. നുണകളും വ്യാജ പ്രചാരണങ്ങളും ഔദ്യോഗികമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും അവരെന്നേ ഒരുക്കി വെച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ ഓർക്കണം. ഇത് കലയുടെയോ സിനിമയുടെയോ ആവിഷ്കാര പരിധിയിലല്ല വരുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് കാണിച്ച് അവർ ചിരിക്കും. വസ്തുതാവിരുദ്ധമായ ഒരു പ്രചാരണായുധം സിനിമാ ഫോർമാറ്റിൻ്റെ എല്ലാ രൂപഭാവങ്ങളോടും കൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അളവുകോൽ വെച്ച് അത് നിരോധിക്കാൻ ആവശ്യപ്പെടാനാവില്ല എന്നവർക്കറിയാം. എവിടെ പോയി നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവാദങ്ങൾ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അവർ ചെയ്യുക. രാഷ്ട്രീയം പറയാൻ ശേഷിയില്ലാത്തവരുടെ നെറിയില്ലാത്ത കളി. കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ മാത്രമല്ല, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് വ്യാജമായി പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ പുത്തൻ ചങ്ങാതിമാരായ ക്രിസ്ത്യൻ പുരോഹിതരും സമുദായ നേതാക്കളും ഇതിനെ പ്രചരിപ്പിക്കും എന്നുറപ്പ്. സാധ്യമായ എല്ലാ വഴികളിലൂടെയും പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരളത്തെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാനാവില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വസ്തുതകളും കണക്കുകളും വെച്ച് തന്നെ പ്രതിരോധിക്കാം.